കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അർദ്ധരാത്രിയോടെ തലസ്ഥാനത്തെത്തും. പ്രത്യേക സേനാ വിമാനത്തിലെത്തുന്ന അമിത്ഷായെ BJP സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. നാളെ BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാർഡുതല നേതൃയോഗത്തിലും പങ്കെടുക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, കുറച്ചുകൂടി നേരത്തെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ 12:10 ആകും എന്നാണ് ലഭിക്കുന്ന വിവരം. കൃഷ്ണരാജ 9:55 അദ്ദേഹം ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ വിവരം. പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള BSFിൻ്റെ പ്രത്യേക വിമാനം ഡൽഹിയിൽ നിന്ന് 9:10 മാത്രമാണ് പുറപ്പെട്ടത്. ഇനി ഒരു 3 മണിക്കൂർ യാത്രാ സമയമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 12:10 അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അധികൃതർ നൽകുന്ന വിവരം എന്നുള്ളത്. അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും 9:55 എന്നുള്ള പറയുന്ന നേരത്തെയുള്ള സമയത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ മറ്റ് പ്രധാനപ്പെട്ട BJP നേതാക്കൾ എന്നിവരുടെ എല്ലാ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിലേക്ക് പോകും. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി നാളെയാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് BJP സംസ്ഥാന ഓഫീസിൻ്റെ പുതിയ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. കേരളത്തിലെ BJP പ്രവർത്തകരുടെയൊക്കെ വളരെ കാലമായിട്ടുള്ളൊരു അഭിലാഷം അത് ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ തന്നെ അത് അന്തിമ നടപടി ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. അങ്ങനെ പൂർണ്ണ സജ്ജമായി സംസ്ഥാന ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഗൃഹപ്രവേശനവുമെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കും. അതിനുശേഷം 12 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് BJPയുടെ വാർഡ് തല നേതൃസംഗമം നടക്കുന്നുണ്ട്. വാർഡ് തലത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു യോഗം. അതിൽ പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. അതിനുശേഷം 4 മണിക്കൂർ പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ച് അദ്ദേഹം കണ്ണൂരേക്ക് പോകും. അവിടെ നിന്നും രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ ശേഷമായിരിക്കും ഡൽഹിക്കുള്ള മടക്കം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂൾ എന്നുള്ളത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രത്യേകമാക്കുന്നത് പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ്. കേരളത്തിൽ BJPയുടെ വളർച്ച അതിങ്ങനെ ഗ്രാഫ് ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായ നേട്ടങ്ങൾ ലക്ഷ്യമാക്കാൻ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാനത്തെ പ്രവർത്തകരുടെ തുടക്കം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കൂടിയാണ് അമിത്ഷായുടെ സന്ദർശനത്തോടെ വാർഡുതല നേതൃയോഗങ്ങളുടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വത്തിലെ പ്രഖ്യാപനങ്ങളെല്ലാം പൂർത്തിയായ ദിവസമാണ്. അപ്പോൾ നാളെ അദ്ദേഹം വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് BJP ഇറങ്ങുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറഞ്ഞു വെക്കാം ഇന്ന് അമിത്ഷായുടെ സന്ദർശനം എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. അതിനുശേഷം ഏതെങ്കിലും രീതിയിലുള്ള പാർട്ടി സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വികസന പദ്ധതികളിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തത അദ്ദേഹത്തിൻ്റെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നിവ വരുമ്പോൾ മാത്രമാണ് ഉണ്ടാകുക. എന്തായാലും സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ സന്ദർശനം അവർക്ക് വളരെ ആവേശം നൽകുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചാണക്യൻ എന്നുള്ള പേരിനർഹനായിട്ടുള്ള BJPയുടെ ഏറ്റവും കരുത്തരായ നേതാക്കൾ ഒരാൾ കൂടിയായിട്ടുള്ള അമിത്ഷാ എത്തുമ്പോൾ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, നേതാക്കൾ വലിയ ആവേശത്തിലാണ്. പുതിയൊരു സംഘടനാ പ്രവർത്തന രീതിയിലേക്ക് കടക്കുന്ന സമയമാണ്, പുതിയ നേതൃത്വമാണ്. അങ്ങനെ പൂർണ്ണസജ്ജമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന BJPക്ക് വലിയ ആവേശമാണ് എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനവും നൽകുന്നത്. കൃഷ്ണരാജ്. പ്രജിത്ത്, ഈ BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനമാണല്ലോ നാളെ. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? കൃഷ്ണരാജ്, അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ചിത്രങ്ങൾ പകർത്താനുള്ള തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഒരു അവിടുത്തെ ഓഫീസിലെ സംവിധാനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സജ്ജീകരണങ്ങളുടെയൊക്കെ അന്തിമ ചിത്രം എന്താണ് എന്നുള്ളത് പ്രേക്ഷകരെ കാണിച്ചിട്ടുള്ളതാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരു പൂർണ്ണ സജ്ജമായ സംസ്ഥാന കാര്യാലയം, ഒരു കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും വലിയ ഓഫീസ് കൂടിയാണ് BJPയുടെ ഓഫീസ് എന്നുള്ളത് കൂടി നമ്മൾ പുതിയ കാര്യാലയം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതോടൊപ്പം ഈ KG മാരാരുടെ പേരിൽ അത് കേരളത്തിലെ BJP സംഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പേരുകളൊന്നായ KG മാരാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സംസ്ഥാന കാര്യാലയം തന്നെയാണ് BJP ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധമായ ആധുനിക സംവിധാനങ്ങളുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങളുള്ള, അതോടൊപ്പം തന്നെ വലിയ യോഗങ്ങൾ നടത്താൻ ശേഷിയുള്ള ഹാളുകളുള്ള, BJP സംസ്ഥാന അധ്യക്ഷനും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തുന്നവർക്കുമൊക്കെ ഇരിക്കാനും അവർക്ക് താമസിക്കാനുമുള്ള മുറികളും അവരുടെ ഓഫീസ് മുറികളും നിരവധി പ്രവർത്തകർക്ക് തങ്ങാനുള്ള സംവിധാനങ്ങളുള്ള ഡോർമെട്രികളും ഒക്കെയുള്ള വലിയൊരു സമുച്ചയം തന്നെയാണ്, ഓഫീസ് സമുച്ചയം തന്നെയാണ് BJPയുടേതായി കേരളത്തിൽ
തലയുയർത്തി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ തലയുയർത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തകർക്ക് ആവേശം നൽകാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് തങ്ങളുടെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഓഫീസ്. അതിന് സംഘടനാ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അതിനും ഒരു പ്രകടനം കൂടിയാണ് അത്തരം ഒരു ഓഫീസ് സമുച്ചയം എന്നതിലും തർക്കമില്ല. എന്തായാലും അവിടെ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗൃഹപ്രവേശന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങളിലൂടെ അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ട്, അത്തരം വാർത്തകളിലൂടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനമെന്നും അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശന ചടങ്ങുകൾക്കുമൊക്കെ ശേഷം അത് പൂർണ്ണമായും BJPയുടെ സംസ്ഥാനത്തെ പ്രവർത്തകർക്കായി കൈമാറുന്ന ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ കൈമാറുകയാണ്. അങ്ങനെ BJPക്ക് രണ്ട് തരം കാര്യങ്ങളാണ് ഈ 2 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്നത്. ഒന്ന്, BJPയുടെ പുതിയ പൂർണ്ണ സജ്ജമായിട്ടുള്ള സംസ്ഥാന നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയവും തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളും പൂർത്തിയാകുന്നു. അങ്ങനെ 2 പുതിയ തുടക്കങ്ങളിലൂടെയാണ് സംസ്ഥാന BJPയും ഇനി നാളെ നേരം പുലരുമ്പോൾ കടന്നു പോകുന്നത്. കൃഷ്ണരാജ്. ശരി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അർദ്ധരാത്രിയോടെ തലസ്ഥാനത്തെത്തും. പ്രത്യേക സേനാ വിമാനത്തിൽ ആണ് എത്തുക. നാളെ BJPയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. ഒപ്പം വാർഡുതല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.